ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആരോഗ്യപ്രദമായ ഒരു വെജിറ്റബിൾ ആണ് ആഷ്കാർഡ് അഥവാ കുമ്പളങ്ങ. അപ്പൊ ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, കുമ്പളങ്ങയും തൈരും. അപ്പൊ എങ്ങനെയാണ് കുമ്പളങ്ങയും തൈരും തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കുമ്പളങ്ങയും തൈരും തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ കുമ്പളങ്ങ ഫുള്ളായിട്ട് നമ്മൾ കറി വെക്കാൻ പോകുന്നില്ല, ഇതിന്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന്റെ തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തൊലിയെല്ലാം പീൽ ചെയ്തെടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ സീഡ് ഒഴിവാക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത എല്ലാ പീസിന്റെ അകത്തുള്ള കുരു നമ്മൾ കളഞ്ഞു കൊടുക്കണം. കുരു കളഞ്ഞ ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ പീസസും കട്ട് ചെയ്ത് നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തൈരിൻ്റെ മേലെ ഊറി വരുന്ന വെള്ളമില്ലേ, അതോ അല്ലെങ്കിൽ കുറച്ച് തൈരെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുത്തതോ ആയിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കുക്കറിൽ ഒരു 3-4 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ കുമ്പളങ്ങയും 4 വിസിൽ വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വേവിച്ച കുമ്പളങ്ങ ഞാൻ ചൂടാക്കിയ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ മാറ്റി കൊടുക്കുന്നത്. അങ്ങനെ വേവിച്ച കുമ്പളങ്ങ പാനിലേക്ക് മാറ്റിയ ശേഷം അതിലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം മാത്രം ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പാകത്തിനുള്ള ഒരു കറിയായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഈ ഒരു അരപ്പ് കുമ്പളങ്ങയായിട്ട് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഓൾറെഡി നമ്മൾ കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തൈര് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് വേണം തൈര് ഒഴിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിനായി ഞാനൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ 2 വറ്റൽ മുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മളുടെ കറിയുടെ മേലേക്ക് ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങയും തൈരും റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഓൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.